നമഃശിവായ. ജഗജ്ജനനി മാതാ അമൃതാനന്ദമയീ ദേവി. കുഞ്ഞിലെ കാലിത്തൊഴുത്തിലിരുന്ന് സുധാമണി ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക പതിവായിരുന്നു. കൃഷ്ണന്റെയാണ് പശുക്കൾ. അവയോടുള്ള ഇഷ്ടം കൊണ്ട് പശുത്തൊഴുത്തും ഇഷ്ടമായി. മനുഷ്യരുടെ ശല്യം വലുതായിട്ടില്ലാതെ അവിടെ തനിച്ചിരിക്കാം. മറ്റു 2 മനുഷ്യജീവികൾ കൂടി അവിടെ ശരണം പ്രാപിച്ചിരിക്കുന്നു. പൊടിച്ചി എന്ന അനാഥയായ ഒരു ക്ഷുരക സ്ത്രീ, അവരുടെ ഒരു കൊച്ചുമകളും. പൊടിച്ചിക്ക് സുധാമണിയെ ജീവനായിരുന്നു. അങ്ങനെ സുധാമണിയുടെ വാസം തൊഴുത്തിലായി. സ്വപ്നങ്ങളെല്ലാം അമ്പാടി മണിപ്പൈതലിനെ പറ്റിയായി. ചിരിക്കുന്നതും കരയുന്നതും കണ്ണനു വേണ്ടിയായി. ഉണ്ണുന്നതും ഉറങ്ങുന്നതും കണ്ണനു വേണ്ടി മാത്രമായി. 6-7 വയസ്സായപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഈശ്വരാവേശം കൂടുവാൻ തുടങ്ങി. ജപധ്യാനാദികൾക്ക് പുറമെ കീർത്തനം പാടി നൃത്തവും തുടങ്ങി. ഭക്തിലഹരിയിൽ സ്വയം മറന്ന ആ ബാലികയുടെ ഹൃദയത്തിൽ നിന്ന് കണ്ണൻ്റെ നാമങ്ങൾ ഉയർന്നു വന്നു. പാഹി പരാത്പരനേ ഗുരുവായൂർ പുരാധിപനേ ബാലഗോപാലകനേ ജഗന്നായക ശ്രീധരനേ. ഈ സ്തുതി സ്വയം രചിച്ചു പാടുമ്പോൾ സുധാമണിക്ക് 7 വയസ്സ് കാണും. കുഞ്ഞ് കീർത്തനം പാടി കറങ്ങി കറങ്ങി നൃത്തം ചെയ്യും. ഇതൊക്കെ കുഞ്ഞിൻ്റെ കുട്ടിക്കളികളെന്ന് എല്ലാവരും എണ്ണി. അവർ നോക്കി നിന്ന് ആനന്ദിക്കും. ഭാവോന്മത്തയായി കീർത്തനം പാടിയിടുന്ന ബാലികയ്ക്ക് പലപ്പോഴും പരിസരബോധം കാണുകയില്ല. ചിലപ്പോൾ കതകടച്ച് മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് നൃത്തം ചെയ്യും. കതകിൻ്റെ വിടവിലൂടെ ഒളിഞ്ഞു നോക്കിയിട്ട് ഒരിക്കൽ ദമയന്തി അമ്മ പറഞ്ഞു, കണ്ടോ മോള് നൃത്തം ചെയ്യുന്നത്, അവളെ നമുക്ക് നൃത്തം പഠിപ്പിക്കണം. സൃഷ്ടി ലീലാ നൃത്തമാടിക്കുന്ന മഹാമായ ഏതെല്ലാം രീതിയിൽ തുള്ളുകയും തുള്ളിക്കുകയും ചെയ്യുമെന്ന് ആര് കണ്ടു? ഈശ്വരഭാവത്തിൽ ഉന്മത്തമായ നൃത്തം എന്തെന്ന് അറിയാവുന്നവർ അന്ന് ഇടമണ്ണയിലും പരിസരത്തും ആരും ഉണ്ടായിരുന്നില്ല. ചൈതന്യത്തിൻ്റെയും മീറയുടെയും മറ്റും ജീവിത ചരിത്രം വായിച്ചവരാരെങ്കിലും ആ കാഴ്ച കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ വല്ലതും ഊഹിച്ചെടുക്കാമായിരിക്കാം. എങ്കിൽ പോലും ഇത്ര ചെറുപ്രായത്തിൽ അത്തരം ഉയർന്ന ഭക്തി ഉന്മാദം ആരും പ്രതീക്ഷിക്കുകയില്ല. കാരുണ്യവാരിധേ കൃഷ്ണ നിത്യമേറുന്നു ജീവിത തൃഷ്ണ, എല്ലാ മനസ്സിനോ ശാന്തി, അയ്യോ വല്ലാതെയായി വിഭ്രാന്തി എന്നീ സ്തുതികൾ തനിയെ രചിച്ചു പാടുമ്പോൾ സുധാമണിക്ക് 7-8 വയസ്സ് കാണണം. കണ്ണനെ കാണാതെ ആ കൊച്ചു ബാലികയുടെ മനസ്സിന് ശാന്തിയില്ലാതെയായി. കണ്ണനെ കാണാൻ കണ്ണുകൾ ഉഴറി. കണ്ണൻ്റെ ലഹരിയിൽ നൃത്തം ചെയ്തു ചെയ്ത് പിഞ്ചു കാലുകൾ കുഴഞ്ഞു. കാളിണ കാണാനൻ കണ്ണുകളാകന്ത കാളുന്നു കായാമ്പുവർണ, നിന്നെ കാണാതെ എൻ്റെ കണ്ണുകൾ കാളുന്നു. ഞാൻ കരഞ്ഞു കരഞ്ഞ് പ്രാണൻ വെടിയുന്നതിന് മുമ്പേ നീ കണ്ണ, എൻ്റെ കണ്ണ, നീ ഓടി വരില്ലേ? നിന്നെ ഞാൻ എത്ര കാലമായി വിളിക്കുന്നു കൃഷ്ണ, നീ ഇത്ര കടിഞ്ഞ ഹൃദയനായി പോയോ? ഒരിത്തിരി കരുണ ഈ ഏഴയോട് കാണിച്ചു കൂടെ? അങ്ങയെ കാണാതെ ഓരോ നിമിഷവും പാഴായി തോന്നുന്നു കണ്ണ, എൻ്റെ പൊന്നെ മുരളീലോല, നീ ഓടിവാ. കാരണ പുരുഷ കാമിതദായക കായാമ്പുവർണാനിവാവാ, കാലം കളയാതെ ഖേദം വളർത്താതെ കാരുണ്യമൂർത്തേ നിവാവാ. കൃഷ്ണഭക്തിയിൽ മുഴുകി പിടഞ്ഞു കേഴുന്ന ആ പിഞ്ചു ബാലികയുടെ ശോകാകുലമായ കൊച്ചുമുഖം ആരെയും സഹതാപം വളർത്തിയിരുന്നു. ഹൃദയമലിയിക്കുന്ന ഈ സ്തുതികൾ എത്ര ഭക്തജനങ്ങൾ ഇന്നും നിത്യവും പാടി ഭക്തി വിഹുലരായി കണ്ണീരൊഴുക്കാറുണ്ട്. ഹൃദയം പൊട്ടിയൊഴുകുന്ന നിർമ്മല പ്രേമഭക്തിയുടെ വിശുദ്ധമായ തെളിനീർ ചോലകളാണ് സുധാമണി രചിച്ച സ്തുതിഗീതങ്ങൾ. ചിലപ്പോൾ അവ ജ്ഞാന സരസ്വതിയോട് കൂടിച്ചേർന്നും ഒഴുകാറുണ്ട്. ഹരി ഓം നമഃ ശിവായ.